ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. May the name of Lord Jesus Christ be glorified. വിശുദ്ധ പൽക്കാലം നമുക്ക് വിശുദ്ധ സഭയെ ഒത്തിരി സംബന്ധിപ്പാൻ തക്കവണ്ണം കർത്താവ് പ്രളയനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I thank God and praise God. He gave us the opportunity to be a part of this holy service. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർക്കായി സ്തോത്രം. I thank God for the pastors in the church. കടന്നു വന്ന ഓരോ സഹോദരന്മാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. I thank and praise God and pray for everybody who is here. ദൈവം നമ്മളെ സമൃദ്ധി അനുഗ്രഹിക്കുമാറാകട്ടെ. God will bless us abundantly. നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കടക്കാം. Let's go into the word of God. പെന്തക്കോസ്ത് നാളിൽ 120 പേരുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആവസിച്ചു. അന്ന് മുതലാണല്ലോ ദൈവസഭ ആരംഭിച്ചത്. We see that on the day of Pentecost, the Holy Spirit came upon 120 people, and from the day the church started off. എന്നാൽ അന്ന് അവർ സ്തോത്രം കൂടി വന്നപ്പോൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കുകയും പ്രാർത്ഥന കഴിച്ചും പോകുന്നു എന്ന് വായിക്കാൻ കഴിയും. We see that actually from the day they came together, they were able to speak about the gospel. They were able to be in fellowship and had a good time together. കാരണം അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന് പറയുന്നത് വിശുദ്ധിയുടെയും വേർപാടിൻ്റെയും ആത്മനിറവിൻ്റെയും അനുഭവത്തിൽ കൂടിയാണ്. Because these teachings that is given by the apostles is about the holy life and how we stay apart from the world. കർത്താവരോട് പറഞ്ഞു, ഞാൻ വിശുദ്ധനായാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. God said to them, since I am holy, you shall also be holy. നിങ്ങൾ ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുതെന്ന് കർത്താവ് പറഞ്ഞു. God said, do not love the world or anything that's from the world. അത് വേർപാടാണ്. That is the how we stay aside. മാത്രമല്ല നിങ്ങൾ ആത്മപൂർണരായി ജീവിക്കണമെന്നുള്ള കർത്താവ് പലപ്പോഴും അവരോട് പറഞ്ഞു. And also he often told them that you should be having a spirit-filled life. ഇന്നും ദൈവസഭയ്ക്ക് അത് ഏറ്റവും ആവശ്യമായ കാര്യമാണ്. In these days, that is something very important for the church of God. എൻ്റെ ആദ്യകാല അല്ലെങ്കിൽ ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ ദൈവദാസന്മാരെപ്പോഴും പറയുന്ന ഒരു കാര്യം അതായിരുന്നു. In the initial days, that was the same thing I was advised when a pastor came into this salvation. എന്നാൽ ഒരു 30 വർഷമായിട്ട് ആ ശബ്ദങ്ങൾ പലപ്പോഴും കേൾക്കാറില്ല. But in these days, in the last 30 years, I don't hear those words anymore. അനുഗ്രഹത്തിന്റെ കാര്യം മാത്രമേ പറയാറുള്ളൂ. We only talk about blessings. അതിന് മാത്രമേ കൈയോട്ട് കിട്ടുകയുള്ളൂ. We only get appreciation for that. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോസ്തലൻ പറഞ്ഞത്, വിശുദ്ധി, വേർപാട്, ആത്മാവിന്റെ നിറവിന്റെ അനുഭവം. But the apostle was insisting that the most important is a holy life and a spirit-full life. അങ്ങനെ ഒരാളെ കുറിച്ച് നമുക്ക് നോക്കാം. Let's look for somebody who is in the Bible. John chapter 1 verse 6. Let's take book of John chapter 1 verse 6. മതി. ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു. There was a man sent from God. ദൈവം അയച്ചത്. It is God who sent him. അവൻ വന്നു. He came. അവൻ സാക്ഷ്യത്തിനായി വന്നു. He came to bear witness. അവന് ഹല്ലേലൂയ വെളിച്ചമായിരുന്നില്ല. He was not the light. വെളിച്ചത്തിന് സാക്ഷ്യം പറയാനായിട്ട് വന്നു. But he came to bear witness of the light. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാനായിട്ടാണ് വന്നത്. He came to talk about Jesus Christ. ഏതു മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. We see that actually he was not the light, but he was to bear the witness of the light. ലോകം അവൻ മുഖാന്തരം ഉണ്ടായി. The world came through him. എന്നാൽ ലോകം അവനെ അറിഞ്ഞില്ല. But the world did not know him. അതുകൊണ്ട് ഹല്ലേലൂയ അപ്പോൾ ഈ യോഹന്നാന് വിളിച്ചു പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. So John came out and spoke about it. ജോണിന്റെ ശുശ്രൂഷ ഒരു പ്രത്യേക ശുശ്രൂഷയാണ്. He had a special anointed ministry for John. തന്റെ പിതാവ് പുരോഹിതനായിരുന്നു. His father was a priest. ആ കുടുംബത്തിലാണ് ജനിച്ചത്. He was born in that family. എന്നാൽ യോഹന്നാന്റെ ശുശ്രൂഷ ഒരു പ്രത്യേകമായി. But the ministry of John was very special one. അങ്ങനെയല്ലായിരുന്നു താൻ ചെയ്തത്. താൻ ചെയ്ത ശുശ്രൂഷ വേറെ വ്യത്യാസമാണ്. His ministry was really different from others. താൻ മരുഭൂമിയിലെ വിളിച്ചു പറഞ്ഞു. He was calling out in the desert. യോർദാന്റെ തീരത്തിൽ വിളിച്ചു പറഞ്ഞു. He kept saying about this. മാനസാന്തരപ്പെടുവീൻ. Repent. അതാണ് ആദ്യം വിളിച്ചു പറഞ്ഞത്. That is the first thing he told. ഇത് അതുപോലെ ഒന്നും കേട്ടിട്ടില്ല. They have not heard something like this before. 400 വർഷമായിട്ട് ദൈവം അവരോട് ഇടപെട്ടുകൊണ്ടിരുന്നില്ല.
We see that for the past 400 years, God was not speaking to the അവരുടെ people of ഇഷ്ടം Israel. പോലെയാണ് പോയിക്കൊണ്ടിരുന്നത്. People were walking in their own ways. ദേവാലയത്തിൽ ആരാധനയൊക്കെ ഉണ്ട്. There was prayer in the churches, അവരെ ഉപദേശിക്കാൻ ആരുമില്ല. but there was nobody to instruct എന്നാൽ them. ഇവനെ ദൈവം അയച്ചു. But God sent John. അവൻ വ്യത്യസ്തമായ ശുശ്രൂഷയാണ് ചെയ്തത്. His ministry was something peculiar. അവന്റെ വേഷം തന്നെ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രമാണ് We ധരിച്ചിരുന്നത്. see that his dressing style was different. അരയിൽ തോൽവാറ്. He had a different style of dressing. അത് ഒരു പുരോഹിതനെ പറ്റിയതായിരുന്നില്ല. It was not something that a priest would usually എല്ലാവരും wear. അവനെ സംശയിച്ചു. Everybody doubted him. അപ്പോ പിന്നെ പുരോഹിതന്മാരും ശാസ്ത്രിമാരും എൻ്റെ അടുക്കൽ വന്നു. So we see that the high priest and the scholars came to him. പരീശന്മാരെ പറഞ്ഞയച്ചു. There were people sent to him to test നീ him. എന്താ നീ ആരാണെന്ന് ചോദിച്ചു. They asked him, "Who are you?" നമുക്കറിയാം ഹല്ലേലൂയ അതിൻ്റെ സ്തോത്രം ഈ 19-ാമത്തെ വാക്യത്തിലുണ്ട്. In the verse 19 it says, അവന്റെ സാക്ഷ്യം പറഞ്ഞ ഞാൻ ക്രിസ്തു അല്ല. he said, "I am not Christ." പിന്നെ നീ ഏലിയാവാണോ എന്ന് ചോദിച്ചു. Then they asked him, "Who are you? Are you ഞാൻ Elijah?" ഏലിയാവല്ല. He said, "I am not." നീ പ്രവാചകനാണോ എന്ന് പറഞ്ഞ യേശയ്യാ പ്രവാചകനാണോ എന്ന് ചോദിച്ചു. He asked him, "Are you a prophet, the Elijah?" ഞാൻ ആ പ്രവാചകനുമല്ല. He said, "No, I am not the പിന്നെ നീ prophet." ആരാ? They asked him, "Then who are you?" അവിടെയാണ് 23-ാമത്തെ വാക്യത്തില് Then verse യേശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ വേദവസ്തുള്ളവരൊക്കെ എടുക്കണം കേട്ടോ ദൈവമക്കളെ. കർത്താവിന്റെ വഴി നേരെയാക്കുവീൻ. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ ശബ്ദം, ഐ ആം ദ വോയിസ് എന്നാ പറഞ്ഞു. So he said, the voice of one crying in the wilderness, make straight the way of Lord. ഇതുവരെ അങ്ങനെ ഒരു കാര്യം കേട്ടില്ല. ഞാനൊരു ശബ്ദം മാത്രമാണ്. He said, "I am just a voice." They had not heard something like this before. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. May the name of Jesus be glorified. ഹല്ലേലൂയ. സ്തോത്രം. നീ പിന്നെ ആരാ? Then they asked him, "Then who are you then?" അതിന് പറഞ്ഞത് സ്തോത്രം ഹല്ലേലൂയ അതിന്റെ 25-ാമത്തെ വാക്യത്തിൽ നീ സ്നാനം കഴിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. They asked him, "You are not Christ, you are not Elijah, nor a prophet. Then who are you to baptize?" ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞു. He said that actually it is he who coming after me is preferred before me, whose sandal strap I am not worthy to അവൻ loose. പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നതാന്ന് പറഞ്ഞു. He will baptize with Holy Spirit. അവന്റെ ചെരുപ്പിന്റെ വാറ് എനിക്ക് അഴിപ്പാൻ യോഗ്യതയില്ല. I don't have the I'm not eligible to loosen his strap of the sandal. ആദ്യം പറയാണ് ഐ ആം ദ വോയിസ്. First he says, "I am the voice." രണ്ടാമത് പറയാണ് ചെരുപ്പിന്റെ വാറഴിക്കാൻ കഴിയില്ല. But next he says, actually I am not even eligible to touch his sandal. മൂന്നാം അധ്യായത്തിൽ പറയാണ് അവൻ വളരേണം ഞാനോ കുറയണം. And in the third chapter he says, "Let him increase, let me decrease." കുറഞ്ഞു വരികയാണ്. He is going down by himself. അതാണ് ഒരു ദൈവഭക്തന്റെ ലക്ഷണം. It is the life of a righteous living. അവൻ കുറഞ്ഞു വരണം. He will keep on decreasing. ശബ്ദമാണ്. I am a voice. അവന്റെ കാല് അഴിപ്പാൻ യോഗ്യനല്ല. I am not eligible to loosen the sandals. സ്തോത്രം. ഹല്ലേലൂയ. മാത്രമല്ല അവൻ വളരെയാണ് ഞാനോ കുറയാണ്. At the same time he is saying, "Let Jesus grow and let me be ഇത് ദൈവ വലിയ ആത്മനിറവിന്റെ ഒരു ജീവിതമാണ്. We see that life is a spirit-filled life. ഹല്ലേലൂയ. അവനെക്കുറിച്ച് ഹെരോദാവ് പോലും പേടിച്ചിരുന്നു. We see that even Herod was afraid of him. കാരണം അവൻ വിശുദ്ധിയും നീതിയുമുള്ള പുരുഷനെന്ന് ഹെരോദാവിന് അറിയാമായിരുന്നു. Because Herod understood that actually John lived in holiness and was righteous. യഥാർത്ഥ വിശുദ്ധനെ മാത്രമേ ഭയപ്പെടുകയുള്ളൂ. Only the person who lives in righteousness will be feared. പിശാചം ഭയപ്പെടുന്നത് യഥാർത്ഥ ഭക്തനെ ആയിരിക്കും. Even Satan is afraid of any righteous man. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഭവത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം അത് നമ്മുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരം വരുത്താൻ പര്യാപ്തമാണ്. We see that when we come into this living, that will change our life a lot. താഴ്മയിലേക്ക് we will become more and more humble. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. I've heard a story like this. ഒരു അപ്പന് മകനെ കളരിപ്പയറ്റിന് വിട്ടു. A father actually sent his son for learning the martial arts. അടിയിടി
പിടി ഇതൊക്കെയുള്ളതാണ് കളരിപ്പയറ്റ്. So he went to learn martial arts, so how he can survive? നമ്മുടെ കരാട്ടെ പോലെ ഇരിക്കും. It is something like karate. ഞാൻ ഓർപ്പിക്കട്ടെ, കരാട്ടയ്ക്കോ അതുപോലെ യോഗയ്ക്കോ നമ്മുടെ കുഞ്ഞുങ്ങളെ വിടരുത്. I want to teach you that actually let's not send our kids to yoga or any karate classes. മക്കളെ കുറിച്ചുള്ള കാര്യം ദാസൻ പറയുണ്ടായി. Pastor was talking about our children over here. ഞങ്ങളുടെ അവിടെ സഭയിൽ ഒരു സഹോദരനെ അറിയാതെ കരാട്ടയ്ക്ക് വിട്ടു. One of the pastor's church brothers sent his child to karate. അവൻ ഇന്നുവരെ വിശ്വാസി വന്നിട്ടില്ല. Till now he has not come to grace. അപ്പനും അമ്മയും ദുഃഖിച്ച് നടക്കുക. The parents are very worried about ഇനി ദുഃഖിച്ചിട്ട് കാര്യമില്ല. There's no point in worrying now. അവന് വിശ്വാസമില്ല, ഒന്നിനുമില്ല. He doesn't have any faith or any അതുപോലെ യോഗ, he wants to go to yoga. ബോംബെയിൽ എനിക്കറിയാം അനേക പേരൻസ് അവിടെ മക്കളെ യോഗ നിർബന്ധമായ സ്കൂളിൽ നിന്ന് മാറ്റി മറ്റുള്ള സ്കൂളിൽ പോയി പഠിപ്പിച്ചിട്ടുണ്ട്. I know a lot of parents who took away from schools with yoga to schools without yoga. കാരണം അത് ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. Because it has become important. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവകൃപയിൽ വളർത്തേണ്ട കടമ നമുക്കുണ്ട്. We have the responsibility to bring up our children in God's grace. ഞാൻ പറയാം, ഹല്ലേലൂയ, സ്തോത്രം. ഈ യോഗ ഇവന് വിട്ടു. So the father sent his son for martial arts. അപ്പോ ഹല്ലേലൂയ ഒരു മാസത്തേക്ക് പറഞ്ഞു വിട്ടു. He sent for 1 month. അപ്പൊ കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞു, എങ്ങനെയുണ്ട് മോനെ, പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? When he came back, the father inquired, how is everything going? ഒരു 50 പേര് വരുവാണെങ്കിൽ ഞാൻ അവരോട് നിൽക്കാമെന്ന് പറഞ്ഞു. He said, actually, if 50 people are coming against me, I will be able to withstand them. അപ്പൻ തലയൊന്ന് ആട്ടി. Father shook his hand in appreciation. നീ പോയി ഇനി പഠിക്കണമെന്ന് പറഞ്ഞു. He said, okay, you further continue the studies. ഒരു മാസം കൂടി വിട്ടു. He sent for 1 more month. പോയി വന്നപ്പോൾ പറഞ്ഞു, മോനെ എങ്ങനെയുണ്ട് പഠിത്തം? And he again inquired, how was the studies going? ഒരു 20 പേര് വരുവാണെങ്കിൽ ഞാൻ പിടിച്ചേക്കാവുന്നു. He said, if 20 people are coming my way, I can take care of them. തലയാട്ടി, ശരി ഇനി പഠിക്കണം. Father said, actually, okay, good, okay, you have to further go. മൂന്നാമത്തെ പ്രാവശ്യം വിട്ടു. He sent him a third time. പോയി വന്നപ്പോൾ എങ്ങനെയുണ്ട്? When he came back, he asked him, how are you now? ഒരു 10 പേര് വേണമെങ്കിൽ നോക്കാം. He said, maybe 10 people I can take care of them. അപ്പോൾ പറഞ്ഞു, പോരാ, പഠിക്കണം, ഇനിയും പഠിക്കണം പറഞ്ഞു. The father said, actually, no, you are not still fully studied, you have to further study. പിന്നെയും പഠിക്കാൻ വിട്ടു. So he further sent him the 4th time. പോയി വന്നപ്പോൾ പറഞ്ഞു, when he went and എങ്ങനെയുണ്ട് പോനെ? He asked him, how are you doing now? ഒരാൾ വരികയാണെങ്കിൽ, ഒരാൾ എന്നോട് എതിർക്കാൻ വരുവാണെങ്കിൽ അവനെ നമസ്കരിച്ച് കാല് പിടിച്ച് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് മാറുമെന്ന് പറഞ്ഞു. He said, if one person is coming my way, I would plead and actually request him if he could go away without harming me. അപ്പം ചിരിച്ചു, മതി, ഇനി പഠിക്കേണ്ടത്. Then the father laughed and said, yeah, you have fully studied now. ഇതാണ് പഠിത്തം. This is the studies. നമുക്ക് കുറഞ്ഞു വരണം. As we learn more, we have to be humble. ആത്മീയനാണെങ്കിൽ നീ കുറഞ്ഞു വരണം. If you are a spiritual person, you should be humble. You should come into humbleness. ദൈവകൃപയിലേക്ക് വരണം. You should come into the grace of God. അവിടെയാണ് ദൈവത്തിന്റെ സാന്നിധ്യത്തെ അനുഭവിക്കുന്നത്. That is where you feel the presence of God. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഈ ഹല്ലേലൂയ യോഹന്നാന്റെ ശുശ്രൂഷയെക്കുറിച്ച് നമുക്കൊന്ന് അറിയാം. സ്തോത്രം. ലൂക്കോസിന് സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വഴി. ലൂക്കോസ് 3-ാം അധ്യായം. സമയം പോകുന്നുണ്ട്, പെട്ടെന്ന് പറയണം. സ്തോത്രം. ലൂക്കോസിന് ശേഷം 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. 3-ാമത്തെ വാക്യം വായിച്ചു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന യോഹന്നാന്റെ ശുശ്രൂഷയാ. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ വാക്കാവിത്. കർത്താവിൻ്റെ വഴി ഒരു ക്വീൻ. സ്തോത്രം. നമുക്കറിയാം, ഹല്ലേലൂയ, മലാഖി പ്രവചനത്തിൽ 3-1 യോഹന്നാനെ കുറിച്ച് പറയുന്നുണ്ട്. സ്തോത്രം. പ്രവചനം. The book of Malachi, it says in chapter 3:1, it says about the John. 3-1 ഹല്ലേലൂയ വായിക്കണ്ട. സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാനെ കുറിച്ച് നമുക്കവിടെ കാണാൻ കഴിയും. ഈ യോഹന്നാന്, സ്തോത്രം, മരുഭൂമിയിൽ വന്ന് വിളിച്ചു പറയുകയാണ്. സ്തോത്രം. കർത്താവിൻ്റെ വഴി നേരെയാക്കുവീൻ.
It says actually he comes to the desert and cries out, prepare the way of the Lord, and he's here to straighten it. അതുവരെ അങ്ങനെ ഒരു ശബ്ദം കേട്ടിട്ടില്ല. They had never heard of a voice like that കർത്താവിന് before. വഴി നേരെയാക്കണം. It says actually to make a way for the Lord. അടുത്ത പറയാണ് സ്തോത്രം ഹല്ലേലൂയ, അവന്റെ പാത നിരപ്പാക്കുവീൻ. So it says actually make his path straight. യേശുക്രിസ്തു കടന്നു വരണമെങ്കിൽ പാത നിരപ്പാക്കണം. We see that if Jesus has to come in, his path has to be straightened. കർത്താവിന്റെ വഴി ഒരുക്കണം. He has to make way for the Lord. ഇതെന്തൊരു കാര്യമാണ്? What is this thing? ഇതാ മാനസാന്തത്തിന്റെ കാര്യം. This is about repentance. It says talks. സ്തോത്രം സ്തോത്രം. കർത്താവ് കടന്നു വരണമെങ്കിൽ പാത നിരപ്പാക്കണം. We see that actually if God Jesus has to come in, we have to straighten our relationship. നിരപ്പല്ലാത്ത പാതയിലൂടെ കർത്താവിന് വരാൻ കഴിയില്ല. Jesus would not come other than anything the straight path. നമുക്ക് നിരപ്പ് പ്രാപിക്കാനായിട്ടുണ്ടോ വലിയപാട്ട്? Do we have enough things to be done? നമ്മുടെ കുടുംബത്തിൽ ഭാര്യയോടോ ഭർത്താവിനോടോ ആരോടെങ്കിലും ഉണ്ടോ? Should we get in good relationship with our അല്ലെ family ബന്ധപ്പെട്ടവരോടുണ്ടോ? or to our relatives? പാതയൊന്ന് നിരപ്പാക്കണം കേട്ടോ. We have to straighten our ways. അടുത്തത് എല്ലാ താഴ്വരയും നികന്നു വരും. We see that every valley shall be filled. താഴ്വരയുടെ അനുഭവം കർത്താവിന്റെ അനുഭവം ഉണ്ട്. മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ വൈകല്യങ്ങളും ഉണ്ട്. There are weaknesses as well as there are valleys in our life. ആ അനുഭവത്തിൽ കർത്താവിലൂടെ അല്ലെങ്കിൽ ജീവിതത്തിലെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ താഴ്വര നികന്നു വന്നില്ലെങ്കിൽ കർത്താവ് നടക്കാൻ ഒക്കുകയില്ല. We see that actually those valleys should be filled when we get closer to God, otherwise Jesus won't come in. അടുത്ത് എല്ലാ കുന്നും മലയും താഴും. We see that every mountain and hill brought low. നമ്മുടെ അഹങ്കാരവും അഹംഭാവവും സ്വയവും നികളവുമാണ് കാണിക്കുന്നത്. We see that actually our own self and our own ego, everything shows it has to come down. താന്ന് വരണം. It has to keep coming low. അത് ഇച്ചിരി വിഷമമാണ്. It is not easy to do. നമ്മൾ ഉണ്ടോ എന്ന് തന്നെ നമുക്കറിയത്തില്ല. We don't know if we have them in us. ദൈവമക്കളെ ഉണ്ട്. But I tell you, we all have it. നമ്മളിൽ എല്ലാവരും ഉണ്ട്. We all have it. ഇതൊന്ന് താന്നില്ലേ ഒക്കെയല്ല. Unless it becomes low, nothing would happen. പാർശ്വ എന്തെങ്കിലും പറഞ്ഞാ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് ചിന്തിക്കുന്നൊരു ഹൃദയമുണ്ട്. We have a heart which we actually look at things with doubts. അതല്ല, അത് താന്നു വരണം. We should have a low heart. വളഞ്ഞത് ചൊവ്വാകണം. The crooked places shall be made straight. വളഞ്ഞ വഴി കൂടെ നമ്മൾ സമ്പാദിച്ചിട്ടുണ്ടോ? We have made any money through crooked വളഞ്ഞ വഴി കൂടെ പോയിട്ടുണ്ടോ? Have we taken any crooked shortcuts? കാര്യങ്ങൾ സാധിക്കാൻ വളഞ്ഞ വഴി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടോ? Have we taken any crooked ways to get our things done? എങ്കില് അത് ചൊവ്വാകണം. But that has to be straightened. മാത്രമല്ല ദുർഘടമായത് നിരന്ന വഴിയായിത്തീരണം. And the rough ways should be made smooth. ദുർഘടം എന്ന് പറഞ്ഞാൽ റഫ് റോഡ്. The roads that are very rough. റഫ് അവിടെ പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. In those roads it's not easy to travel. അത് നിരന്ന വഴിയായിത്തീരണം. They have to be leveled and smooth. ഓ ഹല്ലേലൂയ, സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണുമെന്നാണ് എഴുതിയിരിക്കുന്നത്. And all flesh shall see the salvation of God. ഇതാണ് രക്ഷയില്ലെങ്കിൽ മാനസാന്തത്തിന്റെ ഒരു വഴി. This is a way to salvation. ഈ മാനസാന്തം പറഞ്ഞാൽ എന്താ? We should understand what is the salvation means. മനസ്സിന് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് വരുന്ന രൂപാന്തരമാണ്. It is a total change of our heart is called as a salvation. അത് നമ്മൾ പാപം ചെയ്തു, We did sin. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നമുക്ക് പാപബോധം ഉണ്ടാകുന്നു. When we hear the word of God, we have repentance. പരിശുദ്ധാത്മാവ് ആ പാപബോധം നമുക്ക് തരുന്നു. Holy Spirit will give you that repentance. അപ്പം നമ്മള് ഹല്ലേലൂയ കർത്താവിലേക്ക് തിരിയും. Then we turn towards Jesus Christ. അപ്പം പ്രാർത്ഥന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഈ മാനസാന്തരം തരുമ്പോൾ നമുക്ക് വേദന തോന്നാറും. Sometimes we would have pain when we get this repentance. എന്റെ അനുഭവത്തിൽ അങ്ങനെ ഞാൻ കരഞ്ഞു നിലവിളിച്ചു. In pastor's experience, he actually had to അപ്പം നമുക്ക് പശ്ചാത്താപം വരും. Then we will have repentance. അപ്പം നമ്മൾ കർത്താവിലേക്ക് നോക്കും. Then we look upon the Lord. നമ്മൾ കർത്താവിൽ വിശ്വസിക്കും. We'll believe in Him. എനിക്ക് വേണ്ടി മരിച്ച കർത്താവ്, He died for me. എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചവൻ, He died for my sins. ഞാൻ അവനെ അംഗീകരിക്കുന്നു. I accept Him. ഞാൻ അവനെ സ്വീകരിക്കുന്നു. I accept Him again. കർത്താവ് എന്നെ സഹായിക്കണമേ. God, please help me. അങ്ങനെയാണ് മാനസാന്തരം. That is how salvation happens.
repentance happens. അല്ലാതെ മാല ഊരുന്നല്ല മാനസാന്തരം, It is not about taking off any വൈറ്റ് ഷർട്ട് ornaments. നല്ല It's മാനസാന്തരം, not about wearing a white shirt. മീശ എടുക്കുന്നല്ല മാനസാന്തരം. It's not about clean shave. അതൊക്കെ അത് കഴിഞ്ഞുള്ള കാര്യങ്ങളാ. Those are the actions. അങ്ങനെയുള്ളവർ ചെയ്യുന്നത് വളരെ നല്ലതാണ്. It is good to have അത് വേർപാടും വിശുദ്ധിയിലും വരുന്നതാണ്. that comes in the holy. എന്നാൽ മാനസാന്തരത്തിൽ പക്ക വേറെ കാര്യമൊന്നുമില്ല. For salvation, there is no other things to say. മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ വരണം. We should have salvation in our life. നമ്മുടെ ലാസ്റ്റ് മിനിറ്റ് വരെ മാനസാന്തരം വേണം. To the last minute, we should have the കാരണം നമ്മൾ repentance in our life. കുറവുള്ളവരാണെന്ന് ബോധ്യമാകുമ്പോൾ, Because when we believe that we are, അതുകൊണ്ടാണ് 7 സഭകൾക്ക് എഴുതുമ്പോൾ 5 സഭകൾക്കും മാനസാന്തരപ്പെടുക എന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചത്. the Holy Spirit writes to all the 5 churches in അപ്പൊ Revelation. നമുക്ക് മാനസാന്തരം വന്ന് തിരിയണം. So when we have repentance, we will turn to God. അതാണ് ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ജീവിതത്തില് ആ തകർന്ന ജീവിതത്തിൽ നിന്നൊരു വിടുതൽ നമുക്ക് ആവശ്യമാണ്. That's how we will get delivered from a broken life. കർത്താവ് നമ്മുടെ പാപങ്ങൾ മുഴുവൻ ക്ഷമിക്കും. God will forgive all of our അവൻ sins. പിന്നെ ഓർക്കയില്ല. He will never remember it. പിശാച് വന്ന് വീണ്ടും കുത്തിക്കൊണ്ടിരിക്കും, നീ അത് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. See, Satan will keep coming back and make us feel അനേക guilty. തല അങ്ങ് മടുക്കും. Some of you would feel like giving എന്നാൽ up, നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. but don't be afraid. കർത്താവിനോട് തുറന്നു പറയുകയാണെങ്കിൽ If you speak to Jesus, കർത്താവ് നിങ്ങളുടെ പാപങ്ങൾ മുഴുവൻ അന്നേരം ക്ഷമിക്കും. Jesus will forgive all your sins. ഒരു സെക്കൻഡ് പോലും പിന്നെ ഓർക്കുകയില്ല. He will never remember about it for a എന്നാൽ second. പിശാച് വന്ന് പിന്നെയും നമ്മളെ ഓർപ്പിക്കും. But Satan will keep coming back ഓ and രാത്രി reminding us. കിടക്കുമ്പോൾ ഭയങ്കര വിഷമാണ്. So when you go to the bed, you will feel അതിൽ നിന്ന് sad. വിടുതൽ പ്രാപിക്കണം. You should get delivered from that. ഓ സ്തോത്രം. ഒരിക്കലേ ഒരു ദൈവദാസനോട് വന്ന് പിശാച് വന്ന് പറഞ്ഞു, Once Satan came and told the pastor, നീ ഇന്ന പാപങ്ങളൊക്കെ ചെയ്തിട്ടില്ലേ, he reminded him of some sins he has done. അത് ചെയ്തില്ല ഇത് ഇതില്ല എന്ന് പറഞ്ഞു. He started picking one by one. എഴുതി കാണിച്ചു. He wrote them out for him. അപ്പോ പിന്നെ ആ ദൈവദാസൻ പറഞ്ഞു, നീ എഴുതാത്ത അനേക കാര്യങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. He said there are a lot of things that you have not written which ഞാൻ has happened. അങ്ങനെയുള്ള പാപം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. I have done such sins as well. പക്ഷെ നീ അവസാനം ഒരു കാര്യം എഴുതണം. But you have to write at the end something. അവന്റെ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാവം പോക്ക് ശുദ്ധീകരിച്ചു എന്ന് ഉള്ള എഴുതാൻ പറഞ്ഞു. So at the bottom, please write that actually by the Spirit, by the blood of സെക്കൻഡ് Jesus. കൊണ്ട് പിന്നെ മുഴുവൻ തീർന്നു. But within seconds, everything was gone. പിശാച് അപ്രത്യക്ഷമായി. Satan was disappeared. എഴുത്ത് മുഴുവൻ തീർന്നു. All his writing ended. ഒരു സെക്കൻഡ് കൊണ്ട്. If within 1 second. ദൈവമക്കളെ, നമുക്ക് കർത്താവിന്റെ രക്തത്തിന്റെ ആശ്രയം എപ്പോഴും So we always should rely on the blood of Jesus Christ. നമ്മുടെ ക്രൂശിനെ കാണിക്കുവാൻ, അവന്റെ മരണപുനരുത്ഥാനെ കാണിക്കുവാൻ നമുക്ക് മെസ്സേജ് നമുക്ക് ദൈവത്തെ സ്തുതിക്കണം. We should thank God for the Lord's table He has given us to remember His cross. ഇതിന് ഭാഗഭാക്കാവാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചല്ലോ. We were fortunate enough to be a part of ഞാൻ this. ദൈവത്തെ വാഴ്ത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. I like to praise God for that. വീണ്ടും ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. ഈ യോഹന്നാന്റെ സുവിശേഷം നമുക്ക് വരാം. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് 1-ാം അധ്യായത്തിലേക്ക് തന്നെ വരാം. യോഹന്നാന്റെ ശിഷ്യന്മാർ 1-ാം അധ്യായത്തിൽ ശിഷ്യന്മാർ സ്തോത്രം അവരോട് പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് യോഹന്നാൻ വിളിച്ചു പറഞ്ഞു. We see that actually John spoke to his disciples and told him, this is the lamb who is carrying the sins of the whole world. ഉടനെ അതിലെ സ്തോത്രം അന്ത്രയോസൊക്കെ കർത്താവിൻ്റെ അടുക്കലേക്ക് ചെയ്യുന്നു. And we see that Andrew went up to close to God. അവർ ചെന്നപ്പം കർത്താവ് ചോദിച്ചു, ആദ്യം വചനത്തിൽ എഴുതിക്കുന്ന നിങ്ങൾ എന്തന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. So Jesus asked them, what are you looking for? ഞങ്ങൾ ഗുരു നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. They asked him, Rabbi, where do you stay? Come and see. നിങ്ങൾ വന്ന് കാണാൻ പറഞ്ഞു. Jesus called them, come and see where I'm staying. അവരോടുകൂടി കർത്താവിനോടുകൂടി അവരെ ഒരു രാത്രി മുഴുവൻ കഴിച്ചു. So they stayed one whole night with God. കർത്താവിൻ്റെ ഇടപാടും കർത്താവിനെ സൂക്ഷിക്കുന്ന കർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ അവർ വ്യക്തമായി മനസ്സിലാക്കി. They clearly understood the God's way of life. ആ അന്ത്രയോസാണ് കർത്താവിൻ്റെ ശിഷ്യനായി തീർന്നത്. That Andrew became the disciple of God. കർത്താവിനോട് നമ്മൾ കൂടുതൽ അടുക്കുമ്പോഴാണ് കർത്താവിൻ്റെ സ്വഭാവം അറിയുന്നത്. When we get closer to God, we understood how God is. അവനെ വിട്ടുപോകാൻ അവർക്ക് കഴിഞ്ഞില്ല. They could not leave him. സ്തോത്രം.
അടുത്ത പീലിപ്പോസിനെ കർത്താവ് വിളിച്ചു. Next we see that he called Philip. പീലിപ്പോസ് ചെന്ന് നഥനയേലോട് പറഞ്ഞു. Philip went and told Nathanael. ഞാൻ പറഞ്ഞു, നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമെന്ന് ചോദിച്ചു. He asked him, is there anything good going to happen from ഒന്നും Nazareth? വരികയില്ലെന്നാ വിചാരിച്ചിരുന്നത്. I thought nothing good is going to happen. എന്നാൽ പീലിപ്പോസിനോട് പറഞ്ഞു, ഹല്ലേലൂയ, പീലിപ്പോസ് പറഞ്ഞു, നഥനയേൽ പറഞ്ഞു, come and see. Even Philip told Nathanael, come and see. അവനെ വന്ന് കാണാൻ പറഞ്ഞു. He said, come and see Jesus. അവൻ ചെന്നപ്പോഴേ പറഞ്ഞു, ഇവനെക്കുറിച്ച് പറഞ്ഞു, ഇവൻ സാക്ഷാൽ ഇസ്രായേല്യൻ. He said, he is a true Israelite. ഒരു സംശയം, നീ എവിടെ ചെന്നെ കണ്ടു, എവിടെ വെച്ചറിയാമെന്ന് ചോദിച്ചു. He asked Jesus, like, where have you seen before me? നീ അത്തിയുടെ ചോട്ടിലിരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ കണ്ടെന്ന് പറഞ്ഞു. He said, even before you came, I saw him when you were below the fig tree. അത്തിയുടെ ചോട്ടിൽ എന്തിനായിരുന്നു? Why did you sit below the fig അവൻ tree? നിരാശപ്പെട്ടും വ്യാകുലപ്പെട്ടും ഭാരപ്പെട്ടുമാണ് അത്തിയുടെ ചോട്ടിലിരുന്നത്. He was going through a very tough time and very low in his life when he sat there. അവിടെ കർത്താവ് അവനെ കണ്ടു. Where Jesus saw him there. നമ്മളെ വ്യക്തിപരമായി കാണുന്നൊരു കർത്താവാണ്. Jesus Christ sees us all personally, one of. ഉടനെ പറയാണ്, റബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേൽ രാജാവെന്ന് പറഞ്ഞു. He said, yes, you are a son of God and you are a king. ഉടനെ കർത്താവ് പറയാണ്, നീ ഇതിനേക്കാൾ വലുത് കാണുമെന്ന് പറഞ്ഞു. He said, you will see more than this, what you have seen now. കർത്താവിനോട് അടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാഴ്ചപ്പാട് കിട്ടുന്നത്. As we get closer to God, our insights would go. ഇതിനേക്കാൾ കൂടുതൽ നീ കാണും. He said, you will see more than this. സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാര് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കാഴ്ച നീ കാണുമെന്ന് പറഞ്ഞു. He said, you will see a time when the heavens are open and the angels of God going, descending and ascending. ഇതിൽ കൂടുതൽ ഭാഗ്യം എന്നാ? What else you need in your life? സ്വർഗം തുറന്നിരിക്കുന്ന കണ്ടു. He see that he saw the heavens open. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞപ്പോഴാണ് ഇത് കണ്ടത്. Stephen was able to see when he was thrown stone. കാഴ്ച കാണുന്ന മനോഹരമായ കാഴ്ച. A blessed person will see such a wonderful sight. കർത്താവിനോട് അടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ ദർശനം വരുള്ളൂ. We can see these visions only when we get closer to കർത്താവിനോട് God. അടുക്കുമ്പോൾ മാത്രമേ നമുക്ക് കാര്യം കാണാൻ കഴിയുള്ളൂ. Only these things we can see when we get closer to God. ദൈവതിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഞാൻ ഹല്ലേലൂയ സമയം ദീർഘിക്കുന്നുണ്ട്, പറയാൻ ഞാൻ കുറയ്ക്കുകയാണ്. നന്ദിയോട് സ്തോത്രം. എന്നാൽ ഒരു കാര്യം കൂടി നമ്മൾ ഓർപ്പിക്കട്ടെ. ലൂക്കോസിന്റെ 24 അധ്യായം എടുക്കാം. അവിടെ ഒരു കാര്യം നമുക്ക് കാണാം. ചുരുക്കി ഞാൻ പറയാം. Luke chapter 24. അവിടെ ഹല്ലേലൂയ കർത്താവ് ഉയർത്തെഴുന്നേറ്റ അന്ന് തന്നെ എമ്മൗസിലേക്ക് പോകുന്നു. We see that on the day he has resurrected, he was going to Emmaus. രണ്ട് സഹോദരന്മാര് അവര് എമ്മൗസിലേക്ക് പോവുകയാണ്. We see that actually the two people were going to Emmaus. അവരോട് ചേർന്ന് നടന്നു. He started walking with them. 3 മണിക്കൂർ യാത്ര ചെയ്തു. He traveled with them together for 3 അവര് hours. പലരും തർക്കിച്ചുകൊണ്ടിരുന്നു. They were actually debating on എന്നാൽ അവൻ something. പറഞ്ഞു, ഹല്ലേലൂയ, അയ്യോ ബുദ്ധിഹീനരേ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടമനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതാണെന്ന് പറഞ്ഞു. He said that actually Jesus Christ will have to go through these tribulations and he will be taken into glory. അപ്പോഴാണ് അവർക്ക് കാര്യം മനസ്സിലായത്. Then that's when actually they realized. അവര് കർത്താവ് അവര് പോകുന്ന ഗളിയിലേക്ക് പോകാനായിട്ട് അവർ തിരിഞ്ഞപ്പോൾ When they turned to take their turn to their house, കർത്താവ് നേരെ പോകാനായിട്ട് തുടങ്ങി. Jesus started walking straight. അപ്പം പറഞ്ഞു, ഹല്ലേലൂയ, ഞങ്ങളുടെ കൂടെ പാർക്കണം, രാവായല്ലോ, ഞങ്ങളുടെ കൂടെ പാർക്കണമെന്ന് പറഞ്ഞു. Then the 2 invited Jesus to stay with them for the night. കർത്താവിനെ ആര് നിർബന്ധിച്ചാലും കർത്താവ് അടുത്ത് വരും. We see that whoever is insisting to stay with God, നമ്മുടെ God ഏത് will come. സാഹചര്യത്തിലും കർത്താവ് വരും. In whatever our situations, God നീ will come. വേദനയോടെ നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ If you are praying with praying, നിന്റെ ആഗ്രഹം അറിഞ്ഞ് കർത്താവ് നിന്റെ അടുക്കൽ വരും. God will understand your desire and he will come closer to you. ഹല്ലേലൂയ. ഞങ്ങളോട് പാർക്കണമെന്ന് പറഞ്ഞു. They requested, please come and stay with കർത്താവ് us. ചെന്നു. Jesus went with them. അവർ അപ്പം എടുത്ത് നുറുക്കിയപ്പോൾ They took the bread and broke the bread. അവർക്ക് കൊടുത്തപ്പോഴാണ് ഇത് കർത്താവാണെന്ന് അവർക്ക് ബോധ്യമായത്. When they ate the bread, they understood this is Jesus കർത്താവ് Christ. പെട്ടെന്ന് അപ്രത്യക്ഷമായി. Jesus disappeared instantly. അവർ പറയാണ്, വഴിയിൽ നമ്മോട് സംസാരിച്ചുകൊണ്ട് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ? He said actually as we were talking to them and coming our way, our hearts were burning. ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ കത്തിക്കൊണ്ടിരിക്കണം. The word of God should be always burning in our hearts. സ്തോത്രം. കൂടെ പാർക്ക, നേരം വൈകുന്നിതാ, ഞങ്ങളുടെ കൂടെ പാർക്കണം. They invited, please stay with നമ്മൾ us. ആഗ്രഹിക്കുന്നുണ്ടോ?
Do we desire that? ഒരു മനോഹരമായ പാട്ടുണ്ട്, There is a beautiful കൂടെ പാർക്ക നേരം വൈകുന്നിതാ. എന്നെ വളരെ ആകർഷിച്ചിട്ടുള്ള പാട്ടാണ്. സൗണ്ട് കുറവായതുകൊണ്ട് ആഷിമോള് പാടാനായിട്ട് ഞാൻ ഓർപ്പിക്കുന്നത് 1-2 ചാൻസ് മാത്രം പാടണം. കൂടെ പാർക്ക നേരം വൈകുന്നിതാ. കൂടെ പാർക്ക നേരം വൈകുന്നിതാ, കൂരിരുളേറുന്നു പാർക്കതയാ, ആശ്രയം വേറില്ല നേരം തന്നിൽ, ആശ്രിത വത്സല കൂടെ പാർക്കാം. സാധാനിൻ സാന്നിധ്യം വേണം താതാ, പാതകമേൽ ജയം നിൻ കൃപയാ, തൂണ ജീവാൻ നീ അല്ലാതാരുള്ളൂ, സന്തോഷ സന്താപി കൂടി പാർക്കാം, കൂടി പാർക്കാം നേരം വൈകുന്നിതാ, കൂരിരുളേറുന്നു പാർക്കതയാ, ആശ്രയം വേറില്ല നേരം തന്നിൽ, ആശ്രിത വത്സല കൂടെ പാർക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ ഞങ്ങളുടെ കൂടെ വന്ന് താമസിക്കണം. നീ ഞങ്ങളുടെ ഭവനത്തിൽ വരണം കർത്താവേ. നീയുമായിട്ട് സാന്നിധ്യം ഞങ്ങൾക്ക് വേണം കർത്താവേ. ഓ ലോർഡ്, നിന്നെ കൂടാതെ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല കർത്താവ്. ഞങ്ങളെ സഹായിക്കണം കർത്താവേ. ഞങ്ങളുടെ വിഷയങ്ങൾക്കെല്ലാം നീ മറുപടി നൽകാൻ വിശ്വസ്തനാണല്ലോ. നീ ഞങ്ങളുടെ കൂടെ താമസിക്കണം കർത്താവേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.